Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൈക്രോ എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അഥവാ ഉൽപാദനവും ചെലവും എന്ന ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോങ് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഔട്ട്പുട്ട്, അതായത് ടി പി, എ പി, എം പി, ഇവ എന്തെല്ലാം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെയാണ് ടി പി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്, പിന്നെ അതുപോലെ തന്നെ എ പി കാണുന്നതിനുള്ള ഇക്വേഷൻ, അതുപോലെ തന്നെ എം പി കാണുന്നതിനുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇവ കണ്ടെത്തുക, ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ടി പിയും എ പിയും എം പിയും ഒക്കെ എങ്ങനെയാണ് കണ്ടെത്താന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അത് നമ്മൾ ടി പി എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ടോട്ടൽ പ്രൊഡക്റ്റ് അഥവാ ടി പി എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ടി പി എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഫൈൻഡ് ടി പി? ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു. ഫൈൻഡ് ടി പി എന്നാണ്, ടി പി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ x1 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എ പിയും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടി പി എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്, അതായത് മൊത്തം ഉൽപ്പന്നം ടോട്ടൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ x1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ ഇൻപുട്ടിന്റെ എണ്ണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. x1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട് അല്ലെങ്കിൽ വിഭേദക നിവേശങ്ങളുടെ എണ്ണം. ഇവിടെ ലേബറിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലേബറാണ് തൊഴിലാളികളുടെ എണ്ണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഭേദക നിവേശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് x1 കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ എ പി ആവറേജ് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനില് x1 തന്നിട്ടുണ്ട്, അതായത് വിഭേദക നിവേശങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്സും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് അഥവാ ശരാശരി ഉൽപ്പന്നവും തന്നിട്ടുണ്ട്. നമ്മളോട് ടി പി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ടി പി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. x1 അതായത് വേരിയബിൾ ഇൻപുട്ടിന്റെ എണ്ണം അല്ലെങ്കിൽ വിഭേദക നിവേശത്തിന്റെ എണ്ണം തന്നിട്ടുണ്ട്. 1 മുതൽ 6 വരെ തന്നിട്ടുണ്ട്. എ പിയും തന്നിട്ടുണ്ട്. 10, 11, 12, 13, 14, 13 അങ്ങനെയായിട്ട് എ പി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ടി പി കാണാനാണ്. എ പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ടി പി കാണുന്നതിനുള്ള ഇക്വേഷൻ? ടി പി ഈസ് ഈക്വൽ ടു എ പി ഇൻറ്റു x1. ഇനി നമുക്ക് സോൾവ് ചെയ്യാം എങ്ങനെയാണുള്ളത്. അപ്പൊ തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കണം? കോളാക്കിയിട്ട് എഴുതണം. കോളങ്ങളിലാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ തന്ന കാര്യം x1 ആണ്. x1 അപ്പൊ ഒന്നാമത്തെ കോളം x1, രണ്ടാമത്തെ കോളം എ പി, മൂന്നാമത്തെ കോളം എന്താണ് നമ്മൾ കണ്ടെത്താനുള്ളത് എന്നുള്ളത് ടി പി ഈസ് ഈക്വൽ ടു എ പി ഇൻറ്റു x1. അപ്പൊ നമുക്ക് ടി പി എങ്ങനെ കണ്ടെത്താൻ എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ നമ്മള് 3 കോളം വരച്ചു. ആദ്യത്തെ കോളത്തിൽ നമ്മൾ x1 മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ എ പി എന്താന്നുള്ളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കോളായിട്ടുള്ള മൂന്നാമത്തെ കോളത്തിൽ ടി പി ആണ്. ടി പി എങ്ങനെ കണ്ടെത്തേണ്ടത് എഴുതിയിട്ടുണ്ട്. ടി പി ഈസ് ഈക്വൽ ടു എ പി ഇൻറ്റു x1. ആദ്യത്തെ എ പി ഏതാ നോക്കാം. ആദ്യത്തെ എ പി 10 ഇൻറ്റു x1 1 ഈക്വൽ ടു 10. അപ്പൊ ആദ്യത്തെ ടി പി എത്രയാണ്? നമുക്ക് 10 ആണെന്ന് കിട്ടിയത്. എങ്ങനെ കിട്ടിയത്? ഈ എ പി ടി പി ഈസ് ഈക്വൽ ടു എ പി ഇൻറ്റു x1. ആദ്യത്തെ എ പി 10 എഴുതി. ഇനി ഇൻറ്റു x1 ഇൻറ്റു എഴുതി. x1 1 10 ഇൻറ്റു 1 10. ഓക്കെ, ഇനി അടുത്ത എ പി എത്രയാണ്? 12 ഇൻറ്റു x1 2 24. ഇനി അടുത്ത ടി പി എങ്ങനെ കാണാം? 13 ഇൻറ്റു എ പി ഇൻറ്റു x1 3 9 39. ഇനി അടുത്ത ടി പി കാണാനുള്ളത് എ പി എത്രയാണ്? 14 ഇൻറ്റു 4 x1 4 16 56. ഇനി അടുത്ത ടി പി കാണാനാണ്. എ പി എത്രയാണ്? 14 ഇൻറ്റു 5 x1 5 14 20 5 7. ഓക്കെ, 70. ഇനി അടുത്ത എ പി 13
13 ഇൻറ്റു 6 78. അപ്പൊ നമ്മൾ എങ്ങനെ ടി പി കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കി. എ പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് എ പി ഇൻറ്റു x1. ആദ്യത്തെ ടി പി കണ്ടെത്തണമെങ്കിൽ എ പി എത്ര നോക്കാം. എ പി 10 ഇൻറ്റു 1 x1ന്റെ സ്ഥാനത്ത് 1 10 കിട്ടി. പിന്നെ അടുത്തത് എ പി ഇൻറ്റു x1 എത്ര 2 ആണ്. 12 ഇൻറ്റു 2 24. അടുത്ത ടി പി കാണണമെങ്കിൽ എ പി എത്രയാണ് 13 ഇൻറ്റു 3 39. അടുത്ത ടി പി കാണണമെങ്കിൽ 14 ഇൻറ്റു 4 56. അടുത്ത ടി പി കാണാന് എ പി 14 ആണ് ഇൻറ്റു x1 5 70. അടുത്ത ലാസ്റ്റിലെ ടി പി കാണാന് എങ്ങനെയാണ് 13 ഇൻറ്റു എ പിയുടെ സ്ഥാനത്ത് 13 x1ന്റെ സ്ഥാനത്ത് 6 70. അപ്പോൾ എ പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമുക്ക് എം പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി എങ്ങനെ കാണാൻ എന്നുള്ളതാണ്. അതായത് എം പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി കാണാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി പി കാണാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ എം പി. എം പിയുടെ തുകയാണ് ടി പി. അതെങ്ങനെ കണ്ടെത്തുന്നത് നമുക്കൊന്ന് നോക്കാം. എം പി അടിസ്ഥാനമാക്കി ടി പി കാണുന്നതിനുള്ള ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേരിയബിൾ ഇൻപുട്ട് x1 തന്നിട്ടുണ്ട്. x1 0 മുതൽ 8 വരെ തന്നിട്ടുണ്ട്. പിന്നെ എം പി തന്നിട്ടുണ്ട് 7 11 12 10 6 4 2 0 -2. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. x1 തന്നിട്ടുണ്ട്, എം പിയും തന്നിട്ടുണ്ട്. ഇനി ഈ എം പിയെ അടിസ്ഥാനമാക്കി നമുക്ക് ടി പി കണ്ടെത്തണം. അപ്പൊ എം പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് ടി പി ഇസ് ഈക്വൽ ടു സിഗ്മ എം പി. അതായത് ടി പി ഇസ് ഈക്വൽ ടു സിഗ്മ എം പി. എം പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ എം പി. അതായത് സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ് അല്ലെ. അതായത് ടി പി കാണാനുള്ള ഇക്വേഷൻ ആണ് ടി പി ഇസ് ഈക്വൽ ടു സിഗ്മ എം പി. എം പിയുടെ തുകയാണ് ടി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം x1 ഒരു കോളം വരയ്ക്കണം, എം പിക്ക് ഒരു കോളം വരയ്ക്കണം. അതുപോലെ തന്നെ ഏതാ കണ്ടെത്താനുള്ളത്? ടി പിക്ക് ഒരു കോളം വരയ്ക്കണം. ആദ്യത്തെ കോളം x1, രണ്ടാമത്തെ കോളം എം പി, മൂന്നാമത്തെ കോളം ടി പി ഇസ് ഈക്വൽ ടു സിഗ്മ എം പി. ഓക്കെ, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ടി പി കണ്ടെത്താൻ നോക്കുകയാണ്. അതായത് എം പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി കാണുന്നതിനുള്ള ശ്രമത്തിലാണ്. അതായത് x1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വേരിയബിൾ ഇൻപുട്ടിന്റെ എണ്ണം, അതായത് x1 ഒന്നാമത്തെ കോളം ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എം പി ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എം പി രണ്ടാമത്തെ കോളമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ടി പി ആണ് കണ്ടെത്തേണ്ടത്. അത് മൂന്നാമത്തെ കോളം ടി പി ഈക്വൽ ടു സിഗ്മ എം പി എന്ന് എഴുതി വെച്ചു. അപ്പോ എം പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി കാണാനുള്ള ഇക്വേഷൻ ആണ് ടി പി ഈക്വൽ ടു സിഗ്മ എം പി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ രണ്ട് കോളം ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടി പി കാണാനാണ് വേണ്ടത്. ഓക്കെ, ടി പി കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ എം പി. ആദ്യത്തെ എം പി എത്രയാണ്? 7 ആണ്. ഈ 7 കൂടെ 11 കൂട്ടി എത്ര? 18. 18 കൂടെ 12 കൂട്ടി എത്രയാണ്? 30. 30 കൂടെ 10 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 40. 40 കൂടെ 6 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 46. 46 കൂടെ 4 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 50. 50 കൂടെ 2 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 52. 52 കൂടെ 0 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 52 തന്നെ. ഇനി 52ൽ നിന്ന് 2 കുറച്ചാൽ മൈനസ് അല്ല ഇവിടെ, 50. അപ്പൊ എങ്ങനെയാണ് കാണാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ എം പി 7 അതുപോലെ എഴുതി വെച്ചു. ഇനി ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ 7ൽ കൂടെ 11 കൂട്ടുക. ഇവിടെ 7 11 കൂട്ടിയാൽ 18. 18ൽ കൂടെ 12 കൂട്ടിയാൽ 30. ഇനി 30ൽ കൂടെ 10 കൂട്ടുക 40. 40ൽ കൂടെ 6 46. 46ൽ കൂടെ 4 50. 50ൽ കൂടെ 2 കൂട്ടിയാൽ 52. 52ൽ കൂടെ 0 കൂട്ടിയാൽ 52. ഇനി 52ൽ നിന്നും -2 ചെയ്താൽ 52ൽ നിന്നും 2 കുറച്ചാൽ, അതായത് ഇവിടെ -2 ആണ് എഴുതിയിട്ടുള്ളത്. 52ൽ നിന്നും -2 ചെയ്താൽ എത്രയാണ്? 50. ഓക്കെ, അപ്പൊ നമ്മള് എം പി തന്നിട്ടുണ്ടെങ്കിൽ ടി പി എങ്ങനെ കണ്ടെത്താന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ എ പി എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്.
ഓക്കെ, എ പി എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് എ പി. എ പി കണ്ടെത്താം, ശരാശരി ഉൽപ്പന്നം കണ്ടെത്താൻ, ആവറേജ് പ്രൊഡക്റ്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് x1 വേരിയബിൾ ഇൻപുട്ടിന്റെ എണ്ണം തന്നിട്ടുണ്ട്. 0 മുതൽ 6 വരെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടി പി തന്നിട്ടുണ്ട്. ഓക്കെ, ടി പി 0, 1, 3, 7, 10, 12, 13 അങ്ങനെ ടി പിയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് എ പി. ടി പി തന്നിട്ടുണ്ടെങ്കിൽ എ പി കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് എ പി ഇസ് ഈക്വൽ ടു ടി പി ബൈ x1. അതായത് എ പി ഇസ് ഈക്വൽ ശരാശരി ഉൽപ്പന്നം കാണണമെങ്കിൽ മൊത്തം ഉൽപ്പന്നത്തെ നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട് കൊണ്ട്, അതായത് വിഭേദക നിവേശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ശരാശരി ഉൽപ്പന്നം കാണണമെങ്കിൽ മൊത്തം ഉൽപ്പന്നത്തെ വിഭേദ നിവേശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് എ പി ഇസ് ഈക്വൽ ടു ടി പി ബൈ x1. അപ്പോ നമുക്ക് x1 തന്നിട്ടുണ്ട്, ടി പിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പി കാണാൻ എളുപ്പമാണ്. എ പി കാണാനുള്ള ഇക്വേഷൻ ആണ് ടി പി ബൈ x1. അപ്പൊ നേരത്തെ ചെയ്താൽ അതേപോലെ തന്നെ നമ്മുടെ സൊല്യൂഷനിൽ ആദ്യം x1 ഒന്നാമത്തെ കോളം x1, രണ്ടാമത്തെ കോളം ടി പി, മൂന്നാമത്തെ കോളം എ പി ഇസ് ഈക്വൽ ടു ടി പി ബൈ x1 എന്ന് എഴുതുക. ഓക്കെ, എ പി കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ എ പി എങ്ങനെ കണ്ടെത്തുന്നതിന് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. x1 നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട് അല്ലെങ്കിൽ വിഭേദ നിവേശങ്ങളുടെ എണ്ണം എഴുതി വെച്ചു ആദ്യത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ തന്ന കാര്യമായിട്ട് ടി പി അല്ലെ, മൊത്തം ഉൽപ്പന്നം തന്നിട്ടുണ്ടായിരുന്നു, അത് എഴുതി വെച്ചു. ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? എ പി ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ കോളത്തിൽ എ പി ഈക്വൽ ടു ടി പി ബൈ x1 എന്ന് എഴുതി വെച്ചു. ഇനി എങ്ങനെയാണ് എ പി കാണാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എ പി ഈക്വൽ ടു ടി പി ബൈ x1 ആണ്. അപ്പൊ ആദ്യത്തെ എ പി നമുക്ക് കാണാം. ഓക്കെ, അതായത് ആദ്യം ടി പി എത്രയാണ്? എ പി ഈക്വൽ ടു ടി പി ബൈ x1. ടി പി 0 ബൈ 0 എത്രയാണ്? 0 ബൈ 0. ഇതുവരെ 0 ഹരണം കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എ പി ഒന്നുമില്ല. ആദ്യം എ പി ഒന്നും ഇല്ല. ഇനി അടുത്തത് ടി പി എത്രയാണ്? 1 ആണ് അല്ലെ. ആ സ്ഥാനത്ത് x1 എത്രയാണ്? നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട് 1 ആണ്. അപ്പൊ ടി പി ബൈ x1, ടി പി 1, x1 ന്റെ സ്ഥാനത്ത് 1 ബൈ 1 ഈസ് ഈക്വൽ ടു 1 ബൈ 1. ഇനി അടുത്ത ടി പി 3 ആണ്. 3 ടി പിയുടെ സ്ഥാനത്ത് 3 കൊടുത്തു. x1 ന്റെ സ്ഥാനത്ത് എത്രയാണ്? 2 ബൈ 2. 3 ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5. ഓക്കെ, ഇനി അടുത്ത ടി പി 7 ആണ്. 7 വേരിയബിൾ ഇൻപുട്ട് x1 എത്രയാണ്? 3 ആണ്. 7 ബൈ 3 2.33 ആണ് വരിക. ഇനി അടുത്ത ടി പി എത്രയാണ്? 10 ആണ്. അപ്പൊ 10 എഴുതി. x1 ന്റെ സ്ഥാനത്ത് 4. 10 by 4 is equal to 2.5. ഇനി അടുത്ത ടി പി 12. 12 by 5. x1 എത്രയാണ്? 5. 2.4 ആണ്. ഓക്കെ, ഇനി അടുത്ത ടി പി 13. x1 എത്രയാണ്? 6. 2.16. അപ്പൊ നമ്മൾ എ പി എങ്ങനെ കണ്ടെത്താന്ന് പഠിച്ചു. എ പി കാണുന്നതിന്റെ ലൊക്കേഷൻ ആണ് ടി പി ബൈ x1. ആദ്യത്തെ ടി പി ഇവിടെ എ പി സിക്വൽ ടി പി ബൈ x1 എന്ന് എഴുതി വെച്ചു. ഇനി ആദ്യത്തെ എ പി കാണുകയാണ്. ടി പി എത്രയാണ്? 0 ബൈ x1. അതായത് 0 ബൈ 0 ഒന്നുമില്ല. അതായത് 0 ആയിട്ടുള്ള ഹരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നുമില്ല, വാല്യൂ ഇല്ല. ഇനി അടുത്തത് ടി പി എത്രയാണ്? 1 ആണ്. 1 ബൈ 1 തന്നെയാണ്. ഇനി അടുത്ത ടി പി നോക്കാം. അടുത്ത ടി പി 3 ആണ്. അപ്പൊ ടി പിയുടെ സ്ഥാനത്ത് നമ്മള് 3 എഴുതി. 3 ബൈ 2. x1 ന്റെ സ്ഥാനത്ത് എത്രയാണ്? 2. 1.5. ഇനി അടുത്ത ടി പി 7 അല്ലെ. 7 x1 എത്രയാണ്? 3 ആണ്. 7 ബൈ 3 is equal to 2.33 എന്ന് എഴുതി. ഇനി അടുത്ത ടി പി 10 ആണ്. ആ സമയത്ത് x1 എത്രയാണ്? 4 ആണ്. 10 ബൈ 4
എത്ര നോക്കാം? 2.5. ഇനി അടുത്ത TP 12 ആണ്. x1 എത്രയാണ്? 5 ആണ്. അപ്പോ TP/x1 12/5 2.4 ആണ്. ഇനി ലാസ്റ്റ് TP 13 ആണ്. അപ്പൊ 13 എഴുതി. x1 സ്ഥാനത്ത് എത്രയാണ്? 6. 13/6 2.16 ആണ്. അപ്പോ അതായത് TP തന്നിട്ടുണ്ടെങ്കിൽ AP എങ്ങനെ കണ്ടെത്താൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് MP എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നോക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? MP, അതായത് സീമാന്ത ഉൽപ്പന്നം എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. അപ്പൊ MPയുടെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലേ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫൈൻഡ് MP കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, x1 തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട്, അതായത് വിഭേദക നിവേശങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TPയും തന്നിട്ടുണ്ട്, മൊത്തം ഉൽപ്പന്നവും തന്നിട്ടുണ്ട്. അതായത് വിഭേദക നിവേശങ്ങളുടെ എണ്ണം 0 മുതൽ 6 വരെ 0, 1, 2, 3, 4, 5, 6 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TP 0, 1, 3, 7, 10, 12, 13 അങ്ങനെ TPയും തന്നിട്ടുണ്ട്. നമ്മളോട് MP കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് MP കണ്ടെത്താനുള്ള ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. TPയിൽ വരുന്ന മാറ്റത്തിനെയാണ് MP എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ MP കാണാനുള്ള ഇക്വേഷൻ ആണ് ΔTP/Δx1. അതായത് മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ വിഭേദക നിവേശത്തിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? MP കിട്ടും. അപ്പൊ MP കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് ΔTP/Δx1 അല്ലെ. അപ്പൊ MP കാണാനുള്ള ഇക്വേഷൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ΔTP/Δx1. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായി. x1 തന്നിട്ടുണ്ട്, TPയും തന്നിട്ടുണ്ട്, അതായത് നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ടും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TP മൊത്തം ഉൽപ്പന്നം തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? MP കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് MP കണ്ടെത്താനുള്ളതെന്ന് നോക്കാം. MP കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ നമ്മള് തന്ന കാര്യങ്ങൾ കോളമാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് x1 തന്നിട്ടുണ്ടായിരുന്നു, അത് ഒന്നാമത്തെ കോളത്തിൽ എഴുതി. രണ്ടാമത്തെ കോളത്തില് TP തന്ന കാര്യങ്ങളൊക്കെ 2 കോളാക്കിയിട്ട് എഴുതി. ഇനി കണ്ടെത്താനുള്ള കാര്യമാണ് MP. അതുകൊണ്ട് MP ΔTP/Δx1 നമ്മൾ എഴുതി വെച്ചു. അപ്പൊ എന്താ ΔTP/Δx1 എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതായത് TPയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ, മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ വിഭേദക നിവേശങ്ങളുടെ എണ്ണം കൊണ്ട് അല്ലെങ്കിൽ വേരിയബിൾ ഇൻപുട്ടിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് MP കണ്ടെത്താന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ MP എങ്ങനെയാണ് കണ്ടെത്താൻ നോക്കാം. x1 0 ആയാൽ MP നിർണ്ണയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ MP ഒന്നുമില്ല. ഓക്കെ, ഇനി നോക്കാം. ഇനി TPയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് MP എന്ന് പറയാം. ഇനി നമുക്ക് ഈ കോളം മാത്രം നോക്കിയാൽ മതി. TP എന്നുള്ള കോളം മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ TP എത്രയായിരുന്നു? 0 ആയിരുന്നു അല്ലെ, 0 ആയിരുന്നു അല്ലെ. 0ത്തിൽ നിന്ന് TP എത്രയായി? 1 ആയി മാറി. അപ്പൊ അവിടെയുള്ള മാറ്റം എത്രയാണ്? 0ത്തിൽ കൂടെ എത്ര കുട്ടികളാണ് 1 ആവുക? 1. ആ മാറ്റം അവിടെ എഴുതി 1. ഇനി 1ൽ കൂടെ ഇനി 1 ആണ് എഴുതി. ഇനി 1ൽ നിന്ന് ഇപ്പൊ TP എത്രയായി മാറി? 3 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെ വന്ന മാറ്റം എത്രയാണ്? 1ൽ കൂടെ എത്ര കുട്ടികളാണ് 3 ആവുക? 2 അല്ലെ. 1 + 2 അല്ലേ 3. ഓക്കെ, 1 കൂടെ എത്ര കുട്ടികളാണ്? 2 കുട്ടികള് 3 അല്ലെ. ഓക്കെ, അപ്പൊ അവിടെയുള്ള മാറ്റം എത്രയാണ്? 2. ഇനി TP 3ൽ നിന്നും 7 ആയിട്ട് മാറിയിട്ടുണ്ട്. TP 3ൽ നിന്നും 7 ആയിട്ട് മാറി. അപ്പൊ അവിടെ വന്ന മാറ്റം 3ൽ കൂടെ എത്ര കുട്ടികളാണ് 7 ആവുക? 4 അല്ലെ. ഓക്കെ, അവിടെ മാറ്റം 4. ഇനി 7ൽ നിന്നും 10 ആയി മാറി TP ഇപ്പോൾ. അതായത് 7ൽ കൂടെ എത്ര കുട്ടികളാണ് 10 കിട്ടുക? 7ൽ കൂടെ 3 കുട്ടികളല്ലേ 10 കിട്ടുക. അപ്പൊ 3 അവിടെ എഴുതി മാറ്റും. ഇനി ഇപ്പൊ TP 10ൽ നിന്നും 12 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എത്ര മാറ്റം വന്നിട്ടുള്ളത്? 10ൽ കൂടെ എത്ര കുട്ടികളാണ് 12 കിട്ടുക? 2. ഇനി 12ൽ നിന്നും TP ഇപ്പോൾ 13 ആയിട്ട് മാറി. 12ൽ കൂടി എത്ര കുട്ടികളാണ് 13 കിട്ടുക? 1. അവിടെ മാറ്റം 1. അപ്പൊ MP എത്രയാണ്? 1. അതായത് TPയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് MP എന്ന് പറയാം. അപ്പൊ ഒന്നുകൂടി ഇത് പറയാം. അപ്പൊ ആദ്യം നമ്മൾ MP കാണാനുള്ള ഇക്വേഷൻ ഒക്കെ എഴുതി. ΔTP/Δx1 ഒക്കെ എഴുതി. ഇനി നോക്കാം. അപ്പോൾ x1 0 ആയപ്പോൾ TP എത്രയാണ്? 0 ആണ്. അപ്പൊ അതുകൊണ്ട് MPക്ക് വാല്യൂ വിലയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു വര അല്ലെങ്കിൽ ഡാഷ് അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ TP എന്നുള്ള കോളം മാത്രം നോക്കിയാൽ മതി. ഇനി 0ൽ നിന്നും
ഒന്നായി ടി പി മാറിയപ്പോൾ അവിടെയുള്ള മാറ്റം എത്രയാണ്? ആ മാറ്റമാണ് എം പി. ടോട്ടൽ പ്രൊഡക്റ്റ് 0-ൽ നിന്നും 1 മാറിയപ്പോൾ അവിടെ വന്ന മാറ്റം 1 അപ്പൊ ആ 1 ഇവിടെ എഴുതി. അതാണ് ആദ്യം രണ്ടാമത്തെ എം പി. ഇനി 1-ൽ നിന്ന് ടോട്ടൽ പ്രൊഡക്റ്റ് 1-ൽ നിന്നും 3 മാറി അവിടെ വന്ന മാറ്റം 2. ആ 2 എം പി. ഇനി 3-ൽ നിന്നും 7 മാറി. 7 മാറിയപ്പോൾ അവിടെ വന്ന മാറ്റം 3 കൂടെ എത്ര ചേർത്താലാണ്? 7 4. അപ്പൊ ആ 4 ഇവിടുത്തെ എം പി. ഇനി 7-ൽ നിന്നും 10 മാറി. 7-ൽ നിന്നും കൂടെ 10 മാറിയപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് അതാണ്. ആ 7-ൽ നിന്നും 10 മാറിയപ്പോൾ അവിടെ വന്ന മാറ്റം 3. ആ 3 ഇവിടത്തെ മാർജിനൽ പ്രൊഡക്റ്റ്. ഇനി 10-ൽ നിന്നും ടി പി 10-ൽ നിന്നും 12 വർദ്ധിച്ചു. അപ്പൊ അവിടെ വന്നിട്ടുള്ള മാറ്റം 2. അപ്പൊ 2 ഇവിടുത്തെ മാർജിനൽ പ്രൊഡക്റ്റ്. ഇനി ടി പി 12-ൽ നിന്നും 13 മാറിയിട്ടുണ്ട്. അവിടെ വന്ന മാറ്റം 1. അതാണ് ഈ 1 എന്ന് പറഞ്ഞ എം പി. അപ്പൊ എം പി എങ്ങനെ കണ്ടെത്താന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടി പി എങ്ങനെ കണ്ടെത്താം, എ പി എങ്ങനെ കണ്ടെത്താം, എം പി എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.